ഇപ്പൊ പുള്ളിക്കാരിയാണ് പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇന്ന് 2026 ഇനി ഇതൊക്കെ എടുത്ത ട്രോളോ എന്റെ ഈശ്വര. ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. നമുക്ക് എന്തായാലും സേതു ലക്ഷ്മിയുടെ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള അന്നത്തെ ഹലോ മലയാളം എപ്പിസോഡിലെ ചെറിയൊരു ഭാഗം കണ്ടുനോക്കാം. ഈ പരിപാടി ഇപ്പൊ അത്യാവശ്യം കയറി കൊളുത്തിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ കൊളുത്താനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ അതൊരു ഒന്നൊന്നര പ്രത്യക്ഷപ്പെടലായിരുന്നു മക്കളെ. നമ്മളില്ലേ ആ പ്രത്യക്ഷപ്പെടലാണ് ഇപ്പോഴുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചത്. എന്താടാ കുട്ട? ഇപ്പൊ പുള്ളിക്കാരിയാണ് പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതെ, ഞാനാണ്. അതെ, ഞാൻ പറഞ്ഞു തരുന്നത് മറ്റാരെയും കുറിച്ചല്ല. കേട്ടോ, ആളിപ്പോ കുറച്ച് ദിവസമായിട്ട് എയറിലാണല്ലോ. പലരും പലയിടത്തും പുള്ളിക്കാരെ ശ്രദ്ധിച്ചു കാണും. ആളിപ്പോ നിലവിൽ ന്യൂസ് മലയാളം 24/7 വാർത്താ അവതാരികയാണ്. ആന്റിയുടെ ഈ സ്മാർട്ട്നെസ് ആണ് എനിക്ക് ഇഷ്ടം. അതെ, അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്. എന്തായാലും റീസെന്റ് പല പ്രമുഖ ചാനലുകളിലും ഈ പറഞ്ഞ സേതുലക്ഷ്മി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്ന് വേണ്ട രീതിയിലുള്ള ഒരു പബ്ലിക് അറ്റൻഷൻ സേതുലക്ഷ്മിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. നീ ആരോടും പറയുന്നു വേണ്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മലയാളം ന്യൂസ് 24/7 ഈ പറഞ്ഞ സേതുലക്ഷ്മി ചേക്കേറുന്നത്. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി, അതാണ് എന്റെ ഒരു നയം. മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം സേതുലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് അത്യാവശ്യം സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ വലിയ വലിയ ചാനലുകളിൽ വർക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രക്ക് അങ്ങോട്ട് ക്ലച്ച് പിടിക്കാത്ത ഒരു ചാനലിലേക്ക് ചേക്കേറുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. അത് നമ്മുടെ ബിഗ് ടി വി തന്നെ അതിന് വലിയ ഉദാഹരണമാണ്. പല ചാനലുകളിൽ നിന്നായി എത്രയോ ജേർണലിസ്റ്റിന് വലിയ വലിയ തുകകൾ ഓഫർ ചെയ്തിട്ടാണ് ബിഗ് ടി വി ന്യൂസ് തുടങ്ങുന്ന സമയത്ത് പല ജേർണലിസ്റ്റുകളെയും അങ്ങോട്ട് വലിച്ചത്. അല്ലേ, ഒരു ജേർണലിസ്റ്റ് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ തുക ഓഫർ ചെയ്തിട്ടാണ് സുജയ പാർവതി ഇവര് ചീഫ് എഡിറ്ററാക്കി മാറ്റിയത്. അതൊക്കെ അന്ന് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ന്യൂസ് മലയാളംകാര് വലിച്ചതാണ് ഈ പറയുന്ന സേതുലക്ഷ്മിയെ. സ്ത്രീകളെ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണ്. പൊങ്ങച്ച സഞ്ജീവമായി നടക്കുന്ന ഇത്തരം പുരുഷന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ പിന്നെ ഈ ചന്ദ്രിക സുന്ദരേശൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെ അത്യാവശ്യം വലിയ ചാനലുകളിലൊക്കെ വാർത്താവതാരികയായിട്ട് വർക്ക് ചെയ്ത് സേതുലക്ഷ്മി നേരെ ന്യൂസ് മലയാളത്തിൽ എത്തുന്നു. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം പുള്ളിക്കാർ പുതിയൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ തുടങ്ങി. ആ പ്രോഗ്രാമിന്റെ പേരാണ് ഹലോ മലയാളം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ ടി വിയിലൊക്കെ ന്യൂസ് മലയാളം ചാനൽ തുറന്നു കഴിഞ്ഞാണെങ്കിൽ സേതുലക്ഷ്മിയുടെ ഹലോ മലയാളം എനിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെ നിന്നാണ് സ്ത്രീ ശബ്ദം? സേതുലക്ഷ്മിക്ക് വാർത്ത വായിക്കാനുള്ള കഴിവ് മാത്രമല്ല കേട്ടോ. വിഷമമുണ്ടോ? വേറെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? രാവിലെ ഒന്നും കഴിച്ചില്ലേ? പോയി പണി നോക്കാ. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് കഴിഞ്ഞ ജൂലൈ 17, അതായത് കർക്കിടക മാസത്തിന്റെ തുടക്കത്തിൽ സേതുലക്ഷ്മി ഹലോ മലയാളം എന്ന പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു ഒന്നൊന്നര പ്രത്യക്ഷപ്പെടലായിരുന്നു മക്കളെ. യോഗ അവസാനിച്ചിരിക്കുന്നു, എല്ലാരും പിരിഞ്ഞു നോക്കോളൂ. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഇല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒന്നും 1 2 കിണത്ത് കടവും നണ്ട് 1 1 2